മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भावहे ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യത്തിലെ കഥ തുടരുകയാണ്. വൈശ്യനെ കണ്ടു. സുരഥ മഹാരാജാവ് കാട്ടിൽ താമസിക്കേണ്ടതായിട്ടുള്ള സമയത്ത് ഒരു വൈശ്യനെ കണ്ടു. ആ വൈശ്യനോട് അദ്ദേഹത്തിൻ്റെ എന്താണ് വരാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. എന്ന് പറഞ്ഞു. കാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നൊക്കെ രാജാവ് ചോദിച്ചു. അപ്പോൾ ആ വൈശ്യൻ മറുപടി പറയണതാണ് ഇനി പറയണത്. വൈശ്യൻ മറുപടി പറഞ്ഞു, സമാധി എന്നുള്ളതായിട്ടുള്ള വൈശ്യനാണ് താനെന്നും വളരെ ധനികന്മാരുടെ ഒരു കുലത്തിലാണ് ജനിച്ചത് എന്നും പുത്രന്മാരും ഭാര്യയും ഒക്കെ തന്നെ ഉപേക്ഷിച്ച് തന്നെ പറഞ്ഞയച്ചതാണ്, തള്ളി പറഞ്ഞയച്ചതാണ്. ആ ദുഃഖം കൊണ്ട് ഞാൻ ഈ വനത്തിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും പറഞ്ഞു, അങ്ങനെ സ്വജനങ്ങളൊക്കെ ഉപേക്ഷിച്ചു, പുത്രന്മാരും ഭാര്യയും ഒക്കെ ഉപേക്ഷിച്ചു എങ്കിലും വളരെ ദുഃഖത്തോടു കൂടിയാണ് വനത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായിച്ചാലും എനിക്ക് ആ കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ഭാര്യയും മക്കളെയും കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. അവർക്ക് സുഖമാണോ? അവിടെ ഇവരുടെ ഇരിക്കുമ്പോൾ എനിക്ക് അവരെ കുറിച്ച് തന്നെയാണ് വിചാരം വരണത്. ഈ വനത്തിലിരുന്നിട്ടും അവരെ കുറിച്ചാണ് വരണത്, വിചാരം ഉണ്ടാവണത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടിയും ചോദിക്കുകയാണ്. വൈശ്യം ചെയ്യേണ്ടത് ഒന്നും കൂടിയും പറയുകയാണ്. കിം നു തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിം നു സാമ്പ്രതം കഥം തേ കിം നു ദുർവൃത്താ കിം നു മേ സുതാഹ കിം നു തേഷാം ഗൃഹേ ക്ഷേമം. ഞാനിപ്പോൾ പോകുന്നതിന് ശേഷം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാളുള്ളത്? അവർക്ക് ക്ഷേമം തന്നെയാണോ, സുഖം തന്നെയാണോ അവർക്ക് എന്നുള്ളതായിട്ട് ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ, ഞാനുള്ളപ്പോൾ എൻ്റെ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോൾ ആരാണ് അവരെയൊക്കെ നോക്കാനുണ്ടാവുക? അവർക്ക് ക്ഷേമം തന്നെയാണോ അതോ സുഖമില്ലായ്മയാണോ, അക്ഷേമമാണോ, ക്ഷേമമില്ലായ്മയാണോ ഉള്ളത്? ഇനി അവർ ദുർവൃത്തന്മാർ തന്നെ ആയിട്ടാണ് തുടരുകയാണോ? ദുർവൃത്തന്മാരായിട്ടാണല്ലോ തന്നെ പറഞ്ഞയച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അതോ നല്ല ആൾക്കാരായിട്ടുണ്ടാവുമോ? ഞാൻ പോകുന്നതിന് ശേഷം അവർ നന്നായിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിചാരം ഉണ്ടാവണു എന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് പറയാണ്, ഇത്രയും കാര്യമായിട്ട് അതാണ് പിന്നത്തെ പറയണത്. ദുർവൃത്ത കിന്നുമേ സുതാഹ, എൻ്റെ സുതന്മാരൊക്കെ ദുർവൃത്തന്മാരായിട്ട് തുടരുകയാണോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സംശയങ്ങൾ വൈശ്യൻ പറഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, യൈർനിരസ്തോ ഭവൻ ലുബ്ധൈ പുത്രധാരാദിഭിർധനൈ തേഷു കിം ഭവത സ്നേഹം അനുബദ്ധനാതിമാനസം. രാജാവ് ചോദിക്കുകയാണ്, യൈഹി നിരസ്തഃ ഭവാൻ ലുബ്ധൈഹി, യൈഹി ലുബ്ധൈഹി, യാതൊരു ലുബ്ധന്മാരാലാണോ, അതായത് ലുബ്ധന്മാരെന്ന് വെച്ചാൽ അവിടെ ലോഭം അധികം ധാരാളം ലോഭമുള്ളവർ അത്യാഗ്രഹികളായിട്ടുള്ള ആ പുത്രന്മാരാൽ, യൈഹി ആരാണോ, ഭവാൻ നിരസ്തഃ അങ്ങയെ നിരസിച്ചത്, അങ്ങയെ പുറന്തള്ളിയത്, ആ പുത്രന്മാരെ ദുഷ്ടന്മാരായിട്ടുള്ള അത്യാഗ്രഹികളായിട്ടുള്ള ആ പുത്രന്മാരും ഭാര്യയും ഒക്കെ അങ്ങയെ പുറത്താക്കി, അവരെ അങ്ങനെ പുറത്താക്കിയതായ ആരാണോ അങ്ങയെ പുറത്താക്കിയത്, പുത്രധാരാദിഭിർ ധനൈഹി, ആ പുത്രന്മാരും ധാരങ്ങളും പത്നിയും ഒക്കെ കൂടിയിട്ട് ധനൈഹി, ധനത്തിന് വേണ്ടിയിട്ട്, ധനം ഹേതുവായിട്ട് അങ്ങയെ പുറത്താക്കിയില്ലേ, തേഷു അവരിൽ, അങ്ങനെ അങ്ങയെ പുറത്താക്കിയിട്ടുള്ള അവരോട്, തേഷു കിം ഭവത സ്നേഹം, പിന്നെ എന്താണ് അങ്ങനെ അവരോട് സ്നേഹം ഉണ്ടാവാൻ കാരണം? ഭവത സ്നേഹം കിം നു, എന്തിനാണ് പിന്നെ അങ്ങക്ക് അവരോട് സ്നേഹം ഉണ്ടാവണത്? അനുബദ്ധനാതി മാനസം, മാനസം സ്നേഹം, മനസ്സിൽ ഈ സ്നേഹം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകണം. അനുബദ്ധനാതി തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇനി അവരോട് ഈ സ്നേഹം
തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവരല്ലേ അങ്ങയെ പുറത്താക്കിയത്, പിന്നെയും അവരോട് എന്തിനാണ് സ്നേഹം എന്ന് ചോദിക്കുകയാണ്. അനുബദ്ധനാദി മാനസം. അപ്പോൾ വൈശ്യൻ പറയുകയാണ്, മറുപടി പറയാണ്, ഏവമേതത് യഥാ പ്രാഹ ഭവാൻ അസ്മദ്ഗതം വചഃ. എന്നെ പറ്റിയിട്ട്, അസ്മദ്ഗതം വെച്ചാൽ എന്നെ പറ്റിയിട്ട് എന്നുള്ളതാണ്, എന്നെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് വചഃ പറഞ്ഞതായിട്ടുള്ള ആ വാക്ക് തഥാ ഏവ അങ്ങനെ തന്നെയാണ്, ഏവം ഏതത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ്. വാസ്തവത്തിൽ എനിക്ക് അവരൊക്കെ എന്നെ ദ്രോഹിച്ചതാണെങ്കിലും എനിക്ക് അവരോട് സ്നേഹം ഇല്ലാണ്ട് ആവണില്ല എന്നുള്ളതാണ്. ഏവം ഏതത് അത് ഇങ്ങനെയാണ്, യഥാ ഭവാൻ പ്രാഹ അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ് അത് എന്നുള്ളതാണ്. അസ്മദ്ഗതം വചഃ ഞാൻ എന്നെ പറ്റിയിട്ട് അങ്ങ് പറഞ്ഞതായിട്ടുള്ള ആ വാക്ക് ശരി തന്നെയാണ്. കിം കരോമി പക്ഷെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചവരാണ് പിന്നെയും സ്നേഹം ഉണ്ടാവണു എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കിം കരോമി ഞാൻ എന്ത് ചെയ്യട്ടെ? ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. മമ മനഃ എൻ്റെ മനസ്സ് നിഷ്ഠുരതാം ന ബധ്നാതി നിഷ്ഠുരമാവണില്ല. നിഷ്ഠുരതാം കാഠിന്യത്തെ പ്രാപിക്കുന്നില്ല. ബധ്നാതി ബന്ധിക്കുന്നില്ല, കാരുണ്യം ഉണ്ടാവണില്ല. എൻ്റെ മനസ്സ് നിഷ്ഠുരമാവാതിരിക്കുന്നില്ല, നിഷ്ഠുരമാവണില്ല എന്നാണ്. സ്വതേ എൻ്റെ മനസ്സ് നിഷ്ഠുരാവേണ്ടതാണ്. അതിലും എന്നെ ഇത്ര വളരെ ദ്രോഹിച്ച സ്ഥിതിക്ക് എനിക്ക് അവരോട് സ്നേഹം ഇല്ലാതെ കണ്ടിരിക്കേണ്ടതാണ്, നിഷ്ഠുരമാവേണ്ടതാണ്. പക്ഷേ അത് ചെയ്യണില്ല. എൻ്റെ മനസ്സ് നിഷ്ഠുരാവണില്ല. എന്താ ചെയ്യുക എന്നാണ്. നിഷ്ഠുരതാം ന ബധ്നാതി എൻ്റെ മനസ്സ് നിഷ്ഠുരതയെ ബന്ധിക്കുന്നില്ല, നിഷ്ഠുരതം ആവുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. എന്തൊക്കെ എത്രത്തോളം എന്നെ ഉപദ്രവിച്ചാലും എനിക്കങ്ങോട്ട് നിഷ്ഠുരമായിട്ട് അവരോട് സ്നേഹമില്ലാതെ കണ്ട് ആവാനായിട്ട് മനസ്സ് സമ്മതിക്കണില്ല. മനസ്സിന് പിന്നെയും അവിടെ സ്നേഹം തന്നെയാണ് ഉണ്ടാവണത് എന്നാണ്. അത് ഞാൻ വിചാരിച്ചാൽ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. യൈ സന്ധ്യജ്യ പിതൃസ്നേഹം ധനലുബ്ധൈർനിരാകൃത പതിസ്വജനഹാർദം ച ഹാർദി തേഷു ഏവ മേ മനഃ. യൈഹി ആരാലാണോ സന്ധ്യജ്യ പിതൃസ്നേഹം, പിതൃസ്നേഹം സന്ധ്യജ്യ പിതാവിനോടുള്ളതായിട്ടുള്ള സ്നേഹം ഇല്ലാതെ കണ്ടാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട്, എന്നോട് അവർക്കൊരു സ്നേഹവും ഇല്ല എന്നുകൊണ്ടാണല്ലോ എന്നെ തള്ളിയത്. പിതൃസ്നേഹം സന്ധ്യജ്യ പിതൃസ്നേഹം പിതാവിനോടുള്ളതായിട്ടുള്ള ആ സ്നേഹത്തെ സന്ധ്യജ്യ ഉപേക്ഷിച്ചിട്ട് ധനലുബ്ധൈഹി ധനലുബ്ധന്മാരായിട്ട് ആ ധനത്തിൽ മാത്രം ആഗ്രഹത്തോടു കൂടിയവരായി, അത്യാഗ്രഹത്തോടു കൂടിയവരായി, നിരാകൃത ഞാൻ നിരാകരിക്കപ്പെട്ടു, തള്ളപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു. അത് ആരാണോ ചെയ്തത് അത് അവർ മാത്രമല്ല, മക്കൾ മാത്രമല്ല, പതി സ്വജനഹാർദം ച പതിയോടുള്ള സ്നേഹം, ഭർത്താവിനോടുള്ളതായിട്ടുള്ള സ്നേഹം, സ്വജനങ്ങളോടുള്ള സ്നേഹം, അതായത് സ്വജനങ്ങളൊക്കെ ഉപേക്ഷിച്ചുല്ലോ. ഭാര്യയും സ്വജനങ്ങളും പുത്രന്മാരും ഒക്കെ ഉപേക്ഷിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പുത്രന്മാര് പിതാവിനോടുള്ള സ്നേഹം ഉപേക്ഷിച്ചു, ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹം ഉപേക്ഷിച്ചു, സ്വജനങ്ങളായിട്ടുള്ള ആളുകൾ സ്വജനമായിട്ടുള്ള എന്നോടുള്ള സ്നേഹവും ഉപേക്ഷിച്ചു. അപ്പം അങ്ങനെ എല്ലാവരും ആ സ്നേഹബന്ധം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ആ പതിസ്നേഹവും പുത്രസ്നേഹവും പിതൃസ്നേഹവും പതിസ്നേഹവും പിതാവിനോടുള്ള സ്നേഹവും പതിയോടുള്ള സ്നേഹവും സ്വജനത്തോടുള്ള സ്നേഹവും ഒക്കെ ഉപേക്ഷിച്ച് അവരെല്ലാവരും എന്നെ രസിച്ചു. അങ്ങനെയുള്ളതായിട്ടുള്ള അപ്പോൾ പതി സ്വജന ഹാർദം ച അവരൊക്കെ ആ ഹാർദം ച സ്നേഹം തന്നെയാണ്, താല്പര്യം. ആ താല്പര്യത്തെ ഉപേക്ഷിച്ച് ഭർത്താവിനോടും സ്വജനത്തോടും പിതാവിനോടുമുള്ളതായിട്ടുള്ള താല്പര്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെന്നെ തള്ളി. പക്ഷേ എനിക്ക് അവരോടുള്ള ഹാർദം ഇല്ലാണ്ടാവണില്ല എന്നുള്ളതാണ്. ഹാർദി തേഷു ഏവ മേ മനഃ. മേ മനഃ എൻ്റെ മനസ്സ് തേഷു ഏവ ഹാർദി അവരിൽ തന്നെ ഹാർദത്തോട് കൂടിയതാണ്, ഹാർദത്തോട് സ്നേഹത്തോട് കൂടിയതാണ്. എൻ്റെ മനസ്സിന് അവരോടുള്ള സ്നേഹം ഇല്ലാണ്ടാവണില്ല. അവരെന്നെ സ്നേഹിക്കുക എന്നുള്ളത് ഉപേക്ഷിച്ചുവെങ്കിലും എൻ്റെ മനസ്സ് അവരിൽ ഇനിയും സ്നേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹാർദി സ്നേഹത്തോടു കൂടിയതായി തുടരുന്നു എന്നുള്ളതാണ്. ഹാർദിയാണ് ഹൃദയത്തോടു കൂടിയതാണ്, അതായത് ലോലമായ ഹൃദയത്തോടു കൂടിയതാണ്, സ്നേഹത്തോട് കൂടിയതാണ് എന്ന് സാരം. തേഷു ഏവ അവരിൽ തന്നെ ഹാർദി മേ മനഃ എൻ്റെ മനസ്സ് അവരിൽ ഹാർദത്തോടു കൂടിയതാണ്, സ്നേഹത്തോട് കൂടിയതായി വർത്തിക്കുന്നു എന്നാണ്. എന്നെ ഉപേക്ഷിച്ചു വെച്ചാലും അവരോട് സ്നേഹം ഇല്ലാണ്ട് ആവണില്ല എനിക്ക് എന്നുള്ളതാണ്.
ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണീ ലളിതാംബിക. ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണീ ലളിതാംബിക. ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണീ ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.